പ്രൈസ് ലോർഡ്. കാണുകയും കേൾക്കുകയും ചെയ്യാമോ? എന്നെ കേൾക്കാമല്ലോ അല്ലേ? ക്രിസ്തുവിൽ വളരെ പ്രിയപ്പെട്ടവരെ, വിശേഷിച്ച് ഈ ബൈബിൾ സ്റ്റഡി യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിലേറെ പ്രിയകരൻ കർത്തൃദാസൻ ബൈജു ജോർജ്, ഇതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ ലിനു ബ്രദർ, എൻ്റെ ഫാമിലി, വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും മാന്യരായ ദൈവമക്കളെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളോട് ചേർന്ന് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭ്യമായ ഈ സുവർണ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ആയതിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് എനിക്ക് ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. 8:30 ആ യോഗം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ച് തിരികെ എത്തി. 9:30 മീറ്റിംഗ് തുടങ്ങുമെന്നുള്ള നോട്ടീസ് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ മറ്റാരെയും കാണാതെ, മറ്റാരെയും ആയിട്ട് സംസാരിക്കാതെ പെട്ടെന്ന് പോരുകയാണ് ചെയ്തത്. വന്ന സമയത്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ കർത്താവ് അവസരമൊരുക്കി. എനിക്ക് ഖത്തറിൽ വരാനും നിങ്ങളിൽ ചിലരെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ദൈവജനം സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അങ്ങനെയാണ് ലിനു ബ്രദറിനെ അവിടെ വെച്ച് പരിചയപ്പെടാനായിട്ട് ദൈവമിടയാക്കിയത്. നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. വിശേഷം ഞാൻ ലിനു ബ്രദറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇനി മറ്റൊന്നും പറയാതെ തന്നെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഈടുറ്റ സന്ദേശങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവദാസന്മാരിൽ കൂടെ ലഭ്യമായിട്ടുണ്ട്. നിങ്ങളുടെ ആത്മീയമായിരിക്കുന്ന വളർച്ചയ്ക്കും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിനും ഒക്കെ അതൊരു മുഖാന്തരമായിട്ടുണ്ട് എന്നുള്ള ബഹുമാനം മുൻനിർത്തിക്കൊണ്ട്, നിങ്ങൾ അറിവില്ലാത്തവരാണ്, എനിക്ക് വലിയ അറിവുണ്ട് എന്നുള്ള ഭാവമൊന്നും ഞാൻ എൻ്റെ ചിന്തയിൽ പോലും കൊണ്ടുവരാതെ, എന്നിലും വളരെ പ്രബുദ്ധരായിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കി ബഹുമാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചിട്ട് ഞാൻ റോമാലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് കിട്ടിയ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, റോമാലേഖനത്തിൽ നിന്നുമാണ് നിങ്ങൾ റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധിയായിരിക്കുന്ന ആശയങ്ങൾ ദൈവവൃത്തന്മാരിൽ കൂടെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വിഷയം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും കേട്ടതാണെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലും, കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ട്, അല്ലെങ്കിൽ അതിനെ നമ്മളുടെ ജീവിതത്തെ ഒന്നുകൂടി ഒന്ന് ക്രമീകരിക്കാനായിട്ട് ഒരു കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഈ സന്ദേശത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്ന വിഷയം പ്രധാനമായി റോമാലേഖനം 12-ാം അധ്യായവും 8-ാം അധ്യായവും മുൻനിർത്തിക്കൊണ്ടാണ്. ഈ രണ്ട് അധ്യായങ്ങളിലായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിത രീതി റോമാലേഖനത്തിൽ കൂടെ എന്നൊരു തലക്കെട്ടാണ്. ക്രൈസ്തവ ജീവിത രീതി റോമാലേഖനത്തിൽ കൂടെ എന്നുള്ളൊരു തലക്കെട്ട് എന്ന് പറഞ്ഞാൽ, ക്രൈസ്തവതയുടെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ, ക്രിസ്തീയ ആത്മീയ ജീവിതത്തിന്റെ ഒരു മറുവശത്തെ റോമാലേഖനം അവതരിപ്പിക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് എനിക്ക് ലഭ്യമായ സമയപരിധികളിൽ നിങ്ങൾ ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. നിങ്ങളിത് നോട്ടായിട്ട് എഴുതിയെടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് ഇത് അതിൻ്റെ ഇടയിൽ സമയങ്ങൾ നഷ്ടമാക്കാതെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തന്നെ പറഞ്ഞു വിടുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. റോമാലേഖനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മനുഷ്യന്റെ വീണ്ടെടുപ്പ് പദ്ധതിയെക്കുറിച്ച് മാത്രമല്ല റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചും വളരെ ആധികാരികമായിട്ട് റോമാലേഖനത്തിൽ കൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രപഞ്ചമെന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്.
ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വസ്തുതയാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിന്റെ അധികാരിയായി, ആ പ്രപഞ്ചത്തിന്റെ എല്ലാ മേഖലകളിലുള്ള വാഴ്ചകൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ വാഴ്ച അവന് നഷ്ടപ്പെട്ടു പോകുന്നത് പാപനിമിത്തമാണെന്നും, എന്നാൽ ആ വാഴ്ചയിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയാണ് യേശു ക്രിസ്തുവിന്റെ ബലിമരണമെന്നും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ വാഴുവാനുള്ള അധികാരം നഷ്ടപ്പെട്ട മനുഷ്യന് ക്രിസ്തുവിൽ കൂടെ ആ വാഴ്ചയുടെ അനുഭവത്തിലേക്കുള്ള രണ്ടാമത്തെ വരവിനെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ എല്ലാ കാര്യാദികളും ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുന്നുണ്ട്, ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായി മാറി. പ്രപഞ്ചത്തിലെ ഒരു ഭാഗമാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമി ദൈവം മനുഷ്യനായിട്ട് അവന്റെ പാർപ്പിനായിട്ട് സൃഷ്ടിച്ചതാണ് എന്നുള്ളതൊരു സത്യമാണ്. സത്യത്തിൽ ഭൂമി മാത്രമല്ല പാഴായി മാറുന്നത്. അത് 1-ാം അധ്യായം വായിച്ചു പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. വെളിച്ചമുണ്ടാകട്ടെ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങള് വളരെ കൃത്യമാണ്. റീക്രിയേഷനെ കുറിച്ചാണ് അതൊക്കെ പറയുന്നത്. അതായത് ഞാൻ അതിൽ നിന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും വീണ്ടെടുപ്പിൻ പദ്ധതിയെക്കുറിച്ച് സകല ലോകവും ഈറ്റുനോവിനായി കാത്തിരിക്കുന്നുവെന്ന് റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഞരങ്ങിക്കൊണ്ട് ഈറ്റുനോവിനായി കാത്തിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് റോമാലേഖനം. രണ്ടാമത്തെ കാര്യം എന്ന് റോമാലേഖനത്തിന്റെ പ്രത്യേകത നീതീകരണമാണെന്ന് എല്ലാവരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു അറിവുള്ളതാണ്. റോമാലേഖനത്തിന്റെ ആധികാരികമായിരിക്കുന്ന സന്ദേശം എന്താണ്? നീതീകരണം. അതൊരു കോടതി ഭാഷയാണ്, നീതീകരണം. അപ്പോൾ നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയെ തെറ്റ് ചെയ്ത ഒരു കുറ്റവാളിയായി കാണാതെ അവന് തെറ്റിനെ മറ്റൊരാൾ ഏറ്റെടുത്തിട്ട്, അല്ലെങ്കിൽ അവന്റെ തെറ്റിനെ പരിപൂർണമായി ക്ഷമിച്ചിട്ട് അവൻ കുറ്റവാളി അല്ല എന്ന് പ്രഖ്യാപിച്ച് അവനെ സ്വതന്ത്രനായി പറഞ്ഞു വിടുന്നതിന്റെ ചെറിയൊരു പദമാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ നീതീകരണത്തിന്റെ വ്യവസ്ഥയെ, ആ നീതീകരണത്തിന്റെ സർവ ലൗകികതയെക്കുറിച്ച്, അല്ലെങ്കിൽ സാർവത്രികമായിരിക്കുന്ന വിശാലതയെപ്പറ്റി റോമലേഖനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. നീതീകരണം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് സാർവത്രികമായിട്ടുള്ള ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ഇത് ഈ ലേഖനത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് ആ നീതീകരണം ലഭിക്കപ്പെടുന്നത് കർമ്മത്താലല്ല, പ്രവൃത്തിയല്ല, മറിച്ച് വിശ്വാസത്താൽ, ബൈ ഫെയ്ത്ത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. വിശ്വാസമാണ് അതിന് ആധാരം. ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ശില എന്ന് പറയുന്നത് വിശ്വാസമാണ്, പ്രവൃത്തിയല്ല. അത് വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ചേർത്ത് പഠിക്കുമ്പോൾ അത് പ്രവൃത്തി എന്നുള്ളത് ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലും വിശ്വാസം എന്നുള്ളത് ക്രിസ്തുവേശുവിൽ കൂടെ ലഭിക്കുകയാണ്. അത് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകുന്ന രണ്ട് ഘടകമുണ്ട്. ഒന്ന് കൃപ, രണ്ട് വിശ്വാസം. കൃപ ദൈവത്തിൽ നിന്നും, വിശ്വാസം നമ്മിൽ നിന്നുമാണ്. കൃപയും വിശ്വാസവും സംയോജിപ്പിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ രക്ഷയുടെ പൂർണ്ണത ലഭിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ കൃപ സൗജന്യമാണ്. കൃപ എന്ന വാക്കിനർത്ഥം അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭ്യമാകുന്ന ദൈവത്തിന്റെ ദാനം. അതാണ് കൃപയുടെ മലയാള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ കൃപ, അത് ദൈവത്തിന്റെ ദാനമാണത്. ആ ദാനം സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനം. നമ്മുടെ തീരുമാനത്തിന് ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. അതെല്ലാ കാര്യത്തിനും അങ്ങനെയാണ്. എന്റെ സമ്മതം കൂടാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം നമ്മളെ ആരെയും അടിച്ചേൽപ്പിക്കില്ല. നിങ്ങൾക്കറിയാമോ, റോമലേഖനത്തിൽ പറയുന്നുണ്ട്, അവനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ എന്നാണ്. അതുപോലെ കണ്ടാൽ ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് തുറന്നാൽ, അങ്ങനെയാണ് പറയുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അടിച്ചേൽപ്പിക്കപ്പെടുന്നതല്ല ആത്മീയത എന്ന് പറയുന്നത്. അത് സ്വയം നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ പ്രതിഫലനമാണ്, നമ്മളുടെ അനുവാദത്താൽ. ഇപ്പൊ ഫിലോമോന്റെ ലേഖനത്തിൽ പൗലോസ് ഫിലോമോനോട് പറയുന്ന ഒരു ഭാഗം ഇവിടെ ഞാനും ചേർത്ത് പറയാം. നിന്റെ അനുവാദമില്ലാതെ എനിക്ക് ഒനോസിമോസിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് ദൈവം.
നമ്മുടെ അനുവാദമില്ലാതെ, നമ്മുടെ സമ്മതമില്ലാതെ ദൈവത്തിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, കൃപ ദൈവത്തിന്റെ ദാനമാണ്. ആ കൃപയെ നമ്മൾ വിശ്വാസത്താൽ കൈയേൽക്കുമ്പോഴാണ് കൃപയാൽ ലഭിക്കപ്പെടുന്ന രക്ഷ നമ്മളിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് വരാം. അതുകൊണ്ട് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അത് നമ്മൾ നിമിത്തമല്ല എന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ നീതീകരണം എന്ന് പറയുന്നതിന്റെ ഒരു വശമാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ജാതീയ ലോകം വിഗ്രഹാരാധനയിലും മറ്റനേക പാപങ്ങളിലും ശിക്ഷാവിധിക്ക് യോഗ്യമായി. ഇത് പൊതുലോകമാണ്. അതിനകത്ത് മത്തായും മമ്മദും മാധവനും ഒക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന എല്ലാ മതങ്ങളും എല്ലാ മനുഷ്യരും ഉൾപ്പെട്ട് നിൽക്കുന്ന സാർവത്രിക ലോകത്തെക്കുറിച്ചാണ്. വിഗ്രഹാരാധനയാലും മറ്റനേക പാപങ്ങളാലും സകല ലോകവും പാപത്തിന് അധീനമായി ശിക്ഷാവിധിക്ക് യോഗ്യമായി കിടക്കുന്നു. 1-ാം അധ്യായത്തിന് 18, 20, 30, 32 വരെയുള്ള ഭാഗങ്ങളൊക്കെ ഇതിനെല്ലാം ഞാൻ ഈ റോമാലേഖനത്തിലുള്ള വാക്യങ്ങൾ ഞാൻ പറയാത്ത സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലേഖനത്തിൽ അല്ലാത്ത കാര്യം പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിന്റെ അധ്യായങ്ങൾ പറയും. മറ്റു പുസ്തകങ്ങളിൽ എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പറയും. അല്ലാത്ത കാര്യങ്ങളെല്ലാം റോമാ ലേഖനം 12-ാം അധ്യായത്തിൽ, 8-ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ ഈ റോമാ ലേഖനത്തിൽ തന്നെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ ലോകങ്ങളും വിഗ്രഹാരാധന അടക്കമുള്ള മറ്റനേക പാപങ്ങളിൽ ശിക്ഷാവിധിക്ക് വേണ്ടി വിധേയപ്പെട്ടിരിക്കുമ്പോൾ യഹൂദനെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിന്റെ ലംഘനത്താൽ അവൻ ശിക്ഷാവിധിക്ക് യോഗ്യനായിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പൊതുലോകം ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാതെയും നന്ദി കാണിക്കാതെയും ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് യോഗ്യരായി നിൽക്കുമ്പോൾ, യഹൂദനാകട്ടെ ദൈവത്തിന്റെ ശിക്ഷാവിധി കൈയേൽക്കുന്നത് ന്യായപ്രമാണം അവൻ ഉണ്ടായിട്ടും ന്യായപ്രമാണം അനുസരിക്കാതെ അവൻ ആകുന്നത് കൊണ്ട് അവൻ അതിൽ നിമിത്തം ന്യായപ്രമാണത്താൽ അവൻ ശിക്ഷയ്ക്ക് യോഗ്യനായി തീരുകയാണ്. ഈ 2 ന്യായവിധികൾക്കിടയിലാണ് സുവിശേഷത്തിന്റെ അന്തസത്ത പൗലോസ് വെളിപ്പെടുത്തുന്നത്. പൊതുലോകത്തിനുള്ള ശിക്ഷാവിധിക്കും യഹൂദനുള്ള ശിക്ഷാവിധികൾക്കും ഇടയിൽ നിന്നുകൊണ്ട് സുവിശേഷത്തിന്റെ ആധികാരികത പൗലോസ് വെളിപ്പെടുത്തുകയാണ്. അത് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, പിന്നെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ ശിക്ഷാവിധിയും യേശുക്രിസ്തു തന്റെ സ്വന്തം ചുമലിൽ ഏറ്റിട്ട് പ്രായശ്ചിത്തമായി പരസ്യമായി അവനെ നമുക്ക് വേണ്ടി പിതാവ് നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നതാണ് 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ വിശ്വസിക്കുന്ന ഏവനും എന്ന് പറയുന്ന ആ ഭാഗം സാർവത്രികമാണ്, കോമൺ വേർഡാണ്. ഏവനും, അത് യഹൂദനെന്നില്ല, യവനനെന്നില്ല, ബർബരനെന്നില്ല, ഇന്ത്യക്കാരനെന്നില്ല, തമിഴ്നാട്ടുകാരനെന്നില്ല, ഈ ഭൂമിയിൽ പിറന്ന എല്ലാ മനുഷ്യർക്കും. ഇതാണ് യേശു ക്രിസ്തുവിന്റെ രക്ഷാപദ്ധതിയുടെ സാർവത്രികത എന്ന് പറഞ്ഞാൽ, ഏവരും, അധ്വാനിക്കുകയും ഭാരചുമക്കളായുള്ളവരെ നിങ്ങൾ എല്ലാവരും, സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. അപ്പൊ സകല ജനം, ഏവരുമേ, ഈ പദമൊക്കെ കോമൺ വേർഡാണ്. എല്ലാവരും എൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു പ്രത്യേക വിഭാഗം അല്ലാതെ. അപ്പോൾ വിശ്വസിക്കുന്ന ഏവർക്കും ശിക്ഷാവിധിയിൽ നിന്ന് മോചനമുണ്ട്. എന്നിട്ടാണ് 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം പറയുന്നത്, ക്രിസ്തുവേശുവിലുള്ളവർക്ക്, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അത് ക്രിസ്തുവേശുവിൽ വന്നവർ ആരാണെങ്കിലും, പൊതുലോകത്തിൽ നിന്ന് വന്നവനാണെങ്കിലും, യഹൂദനിൽ നിന്ന് വന്നവനാണെങ്കിലും, യവനിൽ നിന്ന് എവിടെ നിന്ന് വന്നവനാണെങ്കിലും, അവൻ ക്രിസ്തുവിനായി തീർന്നാൽ അവന്റെ മേലുള്ള ശിക്ഷാവിധിയിൽ നിന്ന് അവൻ ഒഴിവുണ്ട് എന്നാണ് റോമാലേഖനത്തിൽ കൂടെ പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. 2-ാമത്തെ കാര്യം, ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇന്നായിരുന്നു പൗലോസ് ജീവിച്ചിരുന്നതെങ്കിൽ, ഈ ലേഖനം എഴുതുന്നതെങ്കിൽ, ഇന്നത്തെ ഇന്ത്യയുടെ, ലോകത്തിന്റെ പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം എഴുതുന്നത്. ഇതുപോലെ തന്നെ ഈ ലേഖനം എഴുതുന്ന ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ യഹൂദ മതം, റോമൻ സാമ്രാജ്യം, യവനായ തത്വചിന്ത, ഇങ്ങനെ പല രാഷ്ട്രീയ, സാമൂഹിക, ആധ്യാത്മിക മണ്ഡലത്തിലെ സ്വാധീനമുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷാപദ്ധതിയെ റോമാലേഖനത്തിൽ കൂടെ അവതരിപ്പിക്കുന്നത്. അതൊരു കൂട്ടർക്കും വേണ്ടി മാത്രമല്ല, എല്ലാ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് എഴുതിയതെന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് റോമൻ നിയമങ്ങൾ വരുന്നുണ്ട്,
യഹൂദന്മാരുടെ ന്യായപ്രമാണം വരുന്നുണ്ട്, യവനായ തത്വചിന്താഗതികൾ വരുന്നുണ്ട്. റോമാലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അത്. അപ്പൊ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ക്രിസ്തുവേശുവാണ് യഥാർത്ഥ ദൈവം, രക്ഷകൻ എന്ന്, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പൗലോസ് സ്ഥാപിക്കുന്നുണ്ട്. അത് സ്ഥാപിക്കുമ്പോൾ പാപത്തിന്റെ ഭീകരത അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. പാപത്തിന്റെ ഭീകരത മാത്രമല്ല, പാപത്തിന്റെ സാർവത്രികത എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ആ വിശാലതയെക്കുറിച്ച് അതുകൊണ്ട് അത് ഒരു വാക്കിങ്ങനെയാണ്: നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ സാർവത്രികതയെക്കുറിച്ചാണ്. എന്നിട്ട് പറയാണ് പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. അത് പാപത്തിന്റെ ഭീകരതയെ കാണിക്കുകയാണ്. ഇതെല്ലാം റോമാലേഖനത്തിലെ വാക്യമാണ്. പാപത്തിന്റെ ഭീകരത, പാപത്തിന്റെ സാർവത്രികത. എന്നാൽ ഇതിന്റെ ഉള്ളിൽ, ഈ പാപത്തിന്റെ ഉള്ളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വീണ്ടെടുപ്പ്, അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഇതിനകത്ത് മർമ്മം പതിരും കതിരും തമ്മിൽ വേർതിരിച്ചെടുക്കുന്നത് പോലെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവകൃപയാണ്, ദൈവസ്നേഹമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്, നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയാണ്. പാപമുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ അതിനിടയിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുന്ന ദൈവം. യോഹന്നാൻ പറയുന്നത് പോലെ കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമുക്കിടയിൽ വന്നു പാർത്തു, നമ്മെ തേടി അവൻ വന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മുടെ ശത്രുക്കളായിരുന്നപ്പോൾ, ബലഹീനരായിരുന്നപ്പോൾ, പാപികളായിരുന്നപ്പോൾ, ദോഷികളായിരുന്നപ്പോൾ അവൻ നമ്മളോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. അത് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടെ വെളിപ്പെടുത്തി എന്നാണ്. ഇത് ആ ലേഖനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിനകത്ത് ഈ ലേഖനത്തിന്റെ ആധികാരികത എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യമുണ്ട്. ഇത് ഞാനൊരു കാര്യം പറയാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബൈബിളിൽ ഏത് ഭാഗം പഠിച്ചാൽ ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് മാത്രം മെൻഷൻ ചെയ്തുകൊണ്ട് അടിവര ഇട്ടുകൊണ്ട് പറയാൻ പറ്റില്ല. ഒരുപാട് ആഴങ്ങൾ നിറഞ്ഞാണ് ബൈബിൾ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ ബുദ്ധിക്ക് തെളിവാക്കി തരുന്നു, പരിശുദ്ധാത്മാവ് നമ്മൾ വെളിപ്പെടുത്തുന്നു. അതങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ പലവട്ടം ഇതിന്റെ ആധികാരികത, ഇതിന്റെ പ്രധാന ചിന്ത, ഇതിന്റെ പ്രധാന കാര്യം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങുകയല്ല, അതിങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പദം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്ന് വിനയമായിട്ട് ഓർപ്പിക്കുകയാണ്. ഈ റോമാലേഖനത്തിന്റെ മറ്റൊരു ആധികാരികത എന്ന് പറയുന്നത് മോശയുടെ ന്യായപ്രമാണവും യേശുക്രിസ്തുവിന്റെ സുവിശേഷവും തമ്മിൽ ഒരു താരതമ്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മോശയുടെ ന്യായപ്രമാണവും യേശുക്രിസ്തുവിന്റെ സുവിശേഷവും. അതൊന്നും വിശദീകരിക്കാനായിട്ട് ഇപ്പൊ ഞാൻ ശ്രമിക്കുന്നില്ല, നിങ്ങൾക്ക് അറിവുള്ളത് കാര്യമാണ്. ഇല്ലെങ്കിൽ നമുക്കത് മറ്റൊരു ദിവസം ചിന്തിക്കാൻ ദൈവം അവസരം തരട്ടെ. രണ്ടാമത്തെ കാര്യം, യഹൂദന്മാർക്ക് മോശയുടെ ന്യായപ്രമാണമാണ് ഒരു നിയമസംഹിതയായിട്ട് നിലനിൽക്കുന്നത് എങ്കിൽ ജാതീയ ലോകത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണം ഏതാണ്? ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരിക്കലും പരസ്യത്തിന് പോയപ്പോ ഞാൻ അഭിമുഖീകരിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ബൈബിള് കേൾക്കാത്തവര് മരിച്ചു പോയാൽ, യേശു ക്രിസ്തുവിനെ അറിയാത്തവർ മരിച്ചു പോയാൽ അവർ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? ഒരു എക്സ്ക്യൂസ് അതിനകത്ത് കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല. അയ്യോ, എനിക്ക് നിയമം അറിയില്ലായിരുന്നു, എന്നോട് ഇതാരും പറഞ്ഞില്ല, സുവിശേഷം കേട്ടില്ല, യേശുവാണ് രക്ഷകനെന്ന് ആരും പറഞ്ഞില്ല, ബൈബിൾ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു, എന്നോട് ഇത് ആരും പറഞ്ഞു തന്നില്ല എന്ന് ന്യായവിധി ദിവസത്തിൽ ദൈവത്തിന് മുമ്പിൽ പോയി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വലിയൊരു മർമ്മം ഈ റോമാലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ കൂടെ പറയാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ പറയുന്നത് നമ്മുടെ മനസാക്ഷി തന്നെ നമുക്കൊരു പ്രമാണമാണ്. യഹൂദന് ന്യായപ്രമാണം ദൈവം കൊടുത്തത് പോലെ തന്നെ നമുക്ക് തന്നെയുള്ളൊരു പ്രമാണമാണ് നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത്. മനസാക്ഷി കൂടെ നമ്മളെ കുറ്റം വിധിക്കുന്നുവല്ലോ, റോമാലേഖനം പറയുക. മറ്റൊരു ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പൊ മനസാക്ഷി, ഹൃദയം, ഇതൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലിഖിതമായ പ്രമാണമുണ്ട്, അലിഖിതമായ പ്രമാണമുണ്ട്. ലിഖിതമായ പ്രമാണമാണ് വിശുദ്ധ ബൈബിളിൽ കൂടെ നമുക്ക് ലഭ്യമായത്. യഹൂദനെ സംബന്ധിച്ച് അത് ന്യായപ്രമാണം. നമ്മളെ സംബന്ധിച്ച് പൗലോസ് അടക്കമുള്ള എല്ലാ സ്ലീഹന്മാരിൽ കൂടെ ലഭ്യമായ ഉപദേശങ്ങൾ. എന്നാൽ
നമ്മെ പോലെ ഉപദേശം കിട്ടാത്തവരുണ്ടെങ്കിൽ, യഹൂദന്മാരെ പോലെ ന്യായപ്രമാണം കിട്ടാത്തവരുണ്ടെങ്കിൽ, പൊതുലോകത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണമാണ് അവന്റെ മനസാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ മനസാക്ഷിയെ നമ്മൾ വളരെ വ്യക്തമായും കൃത്യമായും വൃത്തിയായിട്ടും നിഷ്കളങ്കതയോടെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആത്മാവിലുള്ള ജീവിതത്തിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. റോമാലേഖനം പഠിപ്പിക്കുന്നുണ്ട് ജഡത്തിന്റെ ചിന്ത, ആത്മാവിന്റെ ചിന്ത എന്നൊരു വിഷയത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കും. ഞാനത് തുടർന്നുള്ളൊരു ഭാഗത്തിലെ ഞാൻ ഈ പറഞ്ഞു നിർത്തുന്ന ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. വിശ്വാസ പ്രമാണങ്ങളുടെ ആധാരശിലയായിട്ട് റോമാലേഖനത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതൊരു സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയതല്ല, സാർവത്രികമായിട്ട് എല്ലാവർക്കും എഴുതിയതാണ്. ഞാൻ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അതിന്റെ പ്രധാനപ്പെട്ട ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു 5 കാര്യം നിങ്ങളോട് പറയാം. 5 കാര്യം പറയുമ്പോഴത്തേനും ഏകദേശം സമയമാകും. എന്നെ സംബന്ധിച്ച് ഇവിടെ ഇപ്പൊ 10:30 നാളെ എനിക്കൊരു മരണാടക്കം ഉണ്ട്. ഞാൻ ഈ സെന്ററിന്റെ സെക്രട്ടറി ആയിട്ടും കൂടെ സേവനമനുഷ്ഠിക്കുന്നതാണ് 24 സഭകളുടെ. അപ്പോൾ ഇവിടെ ഒരു മരണം നടന്നപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ നേരത്തെ അവിടെ ചെന്ന് ആ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. മരിച്ചിട്ട് 5 ദിവസമായി അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കും അധികം സമയം ഇരിക്കാൻ കഴിയില്ല. രാവിലെ മുതലേ നല്ല ഇതാണ്, തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഞാനും അധികം സമയം എടുക്കില്ല. എങ്കിലും നിങ്ങൾ തന്ന സമയപരിധികളിൽ ഞാനൊന്ന് 5 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാം. ക്രൈസ്തവ ജീവിതത്തിന്റെ ആധികാരികത അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിത രീതി റോമാലേഖനത്തിൽ കൂടെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ഭാഗം ഡോക്ട്രീൻസ് ആണ്, അല്ലെങ്കിൽ ഉപദേശ സംബന്ധമായിരിക്കുന്ന ജീവിതമാണ്. റോമാലേഖനം നമുക്ക് മുമ്പിൽ വെക്കുന്ന ഒന്നാമത്തെ ഒരു വിഷയം ഉപദേശ സംബന്ധമായ ജീവിതം. റോമർ 12:1, എഫെസർ 4:1, കൊലോസർ 3:15 ഈ 3 വാക്യങ്ങളെ ആധാരമാക്കി, 3 ലേഖനങ്ങളെ ആധാരമാക്കി വിശാലമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഉപദേശ സംബന്ധമായിരിക്കുന്ന ക്രിസ്ത്യ ജീവിതം. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ ഒരു നോട്ട് ബുക്ക് പോലെയൊന്നുമല്ല. അതിന് ക്രമീകൃതമായിരിക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതിനെ അടിസ്ഥാന വേദോപദേശ സംഹിതകളിൽ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആധികാരികത മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായ നിലപാടുണ്ട്, പ്രമാണമുണ്ട്, ഉപദേശമുണ്ട്, പഠിപ്പിക്കലുണ്ട്, അതിൻ്റെ രീതികളുണ്ട്. അതിനപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകുന്നുവെങ്കിൽ ക്രിസ്ത്യാനിയല്ല, ക്രിസ്തീയതയല്ല, ക്രിസ്തീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഏതൊരു കാര്യവും അത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നതായ ചില മാനങ്ങളുണ്ട്. ഇത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടതായിരിക്കുന്ന മാനങ്ങൾ. അതിൽ എൻ്റെ ക്രിസ്ത്യ ജീവിതം ശരിയാണോ എന്ന് ഞാൻ പരിശോധിക്കേണ്ട ഒരു ഒരു അളവുകോലാണ് ഉപദേശം എന്ന് പറയുന്നത്. ആ ഉപദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തു പഠിപ്പിച്ചതും ചെയ്തതും സ്ലീഹന്മാരെ ഫലമേൽപ്പിച്ചതും സ്ലീഹന്മാർ നടപ്പാക്കിയതും അതിനുശേഷം സ്ലീഹന്മാർ രേഖയാക്കി വെച്ചതുമായിരിക്കുന്ന കാര്യമാണ് ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. അത് വസ്തുനിഷ്ഠമാണ്, ആത്മനിഷ്ഠമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എൻ്റെ ഭാഷ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്ന എനിക്കറിയത്തില്ല. വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വസ്തുനിഷ്ഠത എന്ന് പറയുന്നത് അതിന്റെ എല്ലാവിധ തെളിവുകളുണ്ട്, അടിസ്ഥാനമുണ്ട്. ആത്മനിഷ്ഠത എന്ന് പറഞ്ഞ ഭാവനയാണ്, സിദ്ധാന്തമാണ്. അത് മിത്തായിട്ട് പോകും. നമ്മുടെ മനസ്സിന്റെ ഭാവനയ്ക്കനുസരിച്ച്, അതിന് എഫെസ്യ ലേഖനത്തിൽ വായിക്കണം, മനോവികാരങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജീവിച്ചില്ലയോ? നമ്മുടെ ക്രൈസ്തവ ലോകത്തിൽ ഇന്ന് നടക്കുന്നതെല്ലാം മനസ്സിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയാണ്, മനസ്സിൽ തോന്നുന്നതെല്ലാം ഇങ്ങനെ ചെയ്തു കൂട്ടുകയാണ്. അത് ഈ വചന വെളിച്ചത്തിൽ ശരിയാണോ എന്ന് പരിശോധിക്കാൻ ചിലർ താല്പര്യപ്പെടുന്നില്ല. വചനം അത് കറക്റ്റാണ്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽപ്പിൻ, എന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി തീർന്നു. വചനം അതാണ് നമ്മൾ ആരാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെയായിരിക്കണം. അതല്ലാത്തതൊന്നും ദൈവികതയല്ല, ക്രിസ്ത്യാനിറ്റി അല്ല, അല്ലെങ്കിൽ ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം, എൻ്റെ വചനം, എൻ്റെ പദ്ധതി ചെയ്യുന്നവരത്രേ. അപ്പോൾ അവർ പറയണം, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ രോഗികളെ അതൊക്കെ സംഭവിച്ചിരിക്കാം. എൻ്റെ നാമത്തിന്റെ ശക്തിയുടെ പ്രത്യേകതയാൽ അതൊക്കെ സംഭവിച്ചിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ നിങ്ങളെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാനും തമ്മിൽ ബന്ധമുണ്ടാകണമെങ്കിൽ വചനം, അതാണ് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവുകോൽ അല്ലെങ്കിൽ മാനദണ്ഡം, എൻ്റെ ക്രിസ്തീയത ശരിയാണോ എന്ന് ഞാൻ വിലയിരുത്തുന്നതിന്റെ ഒന്നാമത്തെ കാര്യമാണ് ഉപദേശം എന്ന് പറയുന്നത്. ആ ഉപദേശത്തിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്
മൊറാലിറ്റി ലൈഫാണ് കേട്ടോ. ധാർമ്മിക ജീവിതം അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഭക്തിയുടെ വേഷങ്ങൾ ധരിക്കാം, നമുക്ക് നന്നായിട്ട് പ്രസംഗിക്കാം, നന്നായിട്ട് പാടാം, നന്നായിട്ട് അന്യഭാഷ പറയാം, നന്നായിട്ട് എഴുതാം, നമുക്ക് നന്നായിട്ട് ഒരു സഭ പരിപാലനം ചെയ്യാം. അങ്ങനെ പ്രത്യക്ഷമായ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഉള്ളിൽ ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ആരാണ് എന്നുള്ളതൊരു ഒരു 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 ആ ഒരു അടയാളപ്പെടുത്തലുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഭാഗമായിട്ട് വരുന്നൊരു ഭാഗമാണ് ധാർമ്മിക ജീവിതം. ആ ധാർമ്മിക ജീവിതത്തിന്റെ വേറെ ചില മേഖലകൾ, ഒന്ന് ഫാമിലി ലൈഫ്, ഒന്ന് പേഴ്സണൽ ആയിരിക്കുന്ന ലൈഫ്, രണ്ട് ഫാമിലി ലൈഫ്, പിന്നെ ചർച്ചുമായി ബന്ധപ്പെട്ട്, പിന്നെ സൊസൈറ്റിയായി ബന്ധപ്പെട്ട്, ഇങ്ങനെ അതിന്റെ അപഗ്രഥനം തുടരുകയാണ്. 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും ചൈതന്യമുള്ള യാഗമായി സമർപ്പിക്കുന്നു എന്നൊക്കെ അവിടെ ആ പൗലോസ്ലീഹ നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് എൻ്റെ വാക്കിൽ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്വഭാവവും ജീവിത രീതിയും രണ്ടാകരുത്, ഒന്നായി തീരണം. നമ്മുടെ സ്വഭാവവും ലൈഫ് സ്റ്റൈലും നമ്മുടെ ക്യാരക്ടറും ഒന്നായിരിക്കണം. ക്യാരക്ടർ വേറെ, നമ്മുടെ സ്റ്റൈല് വേറെ. അതങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് മാറരുത്. രണ്ടും ഒന്നായിരിക്കണം. ഉള്ളിൽ എന്താണോ അതായിരിക്കണം പുറമെ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നതെന്ന് കർത്താവ് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫും നമ്മുടെ പിന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയുമായിട്ട് ബന്ധമാണ്. അതിന് ഒരു ഉദാഹരണം യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം അതിനൊരു അടയാളമാണ്. നിങ്ങൾക്ക് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് ഗ്രഹിപ്പാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടോ? അപ്പോൾ പ്രവൃത്തിയും അപ്പോൾ തന്നെ നമ്മുടെ ജീവിതവും വലിയൊരു അഭേദ്യമായിരിക്കുന്ന ബന്ധം. ഞാൻ അതിന് ഒരു മുദ്രാവാക്യം നിങ്ങളോട് പറയാം. അങ്ങനെ തന്നെ ജീവിക്കുക, അങ്ങനെ തന്നെ പ്രവർത്തിക്കുക. അങ്ങനെ തന്നെ ജീവിക്കുക, എന്നിട്ട് അങ്ങനെ തന്നെ പ്രവർത്തിക്കുക. എന്ത് പറയുന്നു അത് പ്രവർത്തിക്കുക. പ്രവൃത്തി വേറെ, നമ്മൾ പറയുന്നത് വേറെ എന്നാകുമ്പോൾ അത് ക്രിസ്തീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതിലെ ഒരു ഭാഗമാണ് ധാർമ്മിക ജീവിതം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിനകത്ത് ഓർത്തിരിക്കണം, ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയിലേക്കുള്ള ഒരു മാർഗമല്ല. ഈ സന്യാസം എന്ന് പറയുന്ന കാര്യമൊക്കെ നമ്മുടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അകത്തുണ്ട്. ക്രിസ്തീയതയ്ക്ക് രണ്ട് വശങ്ങളുണ്ട് കേട്ടോ. ഒന്ന് മതം, രണ്ട് മാർഗം. നമ്മൾ മതത്തിലുള്ളവരല്ല, നമ്മൾ മാർഗത്തിലുള്ളവരാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്തീയ മതത്തിൻ്റെ ഉള്ളിൽ സന്യാസം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിലും സന്യാസ ജീവിതം പോലെയുള്ള ജീവിതം ചെയ്യുന്ന ആളുകളുണ്ട്. വിവാഹമൊക്കെ വേണ്ടെന്ന് വെച്ചുള്ള ലൈഫ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. മനസാക്ഷി ചൂട് പിടിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അത്തിച്ചുകൂടിയിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ്. പക്ഷെ ബൈബിൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ പൗലോസ് അതിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളും എന്നെ പോലെ ആയാൽ കൊള്ളാം എന്ന് അദ്ദേഹം ഒരു അഭിപ്രായപ്പെടുന്നത്. അത് പക്ഷെ ഉപദേശമല്ല, അതൊരു അഭിപ്രായം മാത്രമാണ്. അഭിപ്രായം വേറെ, ഉപദേശം വേറെ. ഉപദേശത്തിന്റെ ഇടയിലേക്ക് അഭിപ്രായം കൊണ്ടുവരാൻ പാടില്ല, അഭിപ്രായത്തിന്റെ ഇടയിൽ ഉപദേശവും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഇതെന്റെ അഭിപ്രായം. പൗലോസ് അത് വ്യക്തമായി നമുക്ക് മുമ്പിൽ റോമാലേഖനത്തിൽ കൂടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോക്ഷപ്രാപ്തിക്കുള്ള ഒരു മാർഗമല്ല, മറിച്ച് നമ്മളിലുള്ള ദൈവകൃപയുടെ ഒരു അടയാളമാണ് ഈ പറയുന്ന ധാർമ്മിക ജീവിതത്തിന്റെ ഓരോ വശങ്ങൾ. നമ്മൾ ആരാണ് എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അല്ലാതെ നമ്മൾക്ക് മോക്ഷപ്രാപ്തി നേടാൻ വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു കളയുക, അങ്ങനെയല്ല. അത് റോമാലേഖനമൊന്നല്ല, ബൈബിൾ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മളൊരു ദൈവ പൈതലാണ് എന്നുള്ളതിന് ചില തെളിവുകളാണ് ഈ പറയുന്ന മൊറാലിറ്റി ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മളിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത്. അതവിടെ വായിച്ചാൽ മതി കേട്ടോ. ക്രോധം, കോപം, കാമം, അങ്ങനെ തുടങ്ങുന്ന പല പദങ്ങൾ, പക, ശണ്ട, പിണക്കം എന്ന് പറഞ്ഞ പല പദങ്ങൾ കൊണ്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ, റോമാലേഖനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടെ ഒക്കെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. അതിന് ഒറ്റ വാക്യമുള്ളൂ. പൗലോസ് പറയാം, ജഡത്തിന്റെ ചിന്ത, ജഡത്തിന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കും അത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിലുള്ള നൈസർഗികതയുടെ, അതായത് നമ്മളിലുള്ള സ്വാഭാവികമായ സ്വഭാവത്തിന്റെ അവസ്ഥയാണ്, അതല്ലെങ്കിൽ അത് ആ അവസ്ഥയുടെ വെളിപ്പാടാണ് നമുക്ക് നമ്മളെ ജീവിതത്തിൽ കൂടെ അനുദിനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പുണ്യവാളന്മാരും പുണ്യവാളത്തികളും ആകാൻ ശ്രമിക്കരുത്. അത് വലിയ അപകടമാണത്. അവസാനമാണ് അറിയുന്നത് അയാൾ അങ്ങനെ അല്ലായിരുന്നു, അല്ലെങ്കിൽ അവൾ അങ്ങനെ അല്ലായിരുന്നു മനസ്സിലാകുന്നത്. അഭിനയമാണത്. ഒരിക്കലും
യേശു കർത്താവിന് യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചു, നീയാണോ ക്രിസ്തു എന്ന് ചോദിച്ചപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അല്ലാത്ത ഒരാളായി തീരാനായിട്ട് ശ്രമിക്കുക. അത് ഇമിറ്റേറ്റഡ് ആയി പോവുകയാണ്, അല്ലെങ്കിൽ അത് നമ്മൾ അഭിനയിക്കുകയാണ്, അനുകരിക്കുക. അങ്ങനെയല്ല, റിയലായി മാറുക. നമ്മൾ അത് തന്നെയാ. അതിനാണ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലാകുക എന്ന് പറയുന്നതിന്റെ താല്പര്യം. ആമേൻ, സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തില് ഡോക്ടറിൻസ് ലൈഫ്, അതായത് ഉപദേശ സംബന്ധമായിരിക്കും ജീവിതത്തിൽ വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത്. ആ ധാർമ്മിക ജീവിതം എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വാക്യമുണ്ട്, ലോകത്താലുള്ള കളങ്കം പറ്റാതെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. ലോകത്താലുള്ള കളങ്കം പറ്റാതെ ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയാണ്, പാപമൊഴികെ അവൻ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. പാപമൊഴികെ അവൻ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ ലോകത്താലുള്ള കളങ്കം പറ്റാതെ നമ്മളെ സൂക്ഷിക്കുക. പൗലോസ് എഫെസിലെ സഭയോട് പറയുമ്പോൾ പറയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു. അപ്പോൾ നമ്മൾ വഷളായി പോകാതെ, ഈ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിഷ്കളങ്കത്വവും നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുന്ന ആ സൂക്ഷ്മതയുടെ പേരിന്റെ ആ സ്ഥാനത്തിന് പറയുന്ന പേരാണ് ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത്. ഇത് ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ കൂടുതൽ വിജയകരമായി തീരുവത്. എന്നാൽ ക്രിസ്തുവിൽ കൂടെ അല്ലാത്ത നിരവധി ആളുകൾ നമ്മുടെ ലോകത്തിൽ ഉണ്ടല്ലോ, അല്ലെ? വിവിധ മതത്തിലുള്ള ആളുകളൊക്കെ സ്വാഭാവിക ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്നൊക്കെ എന്ന് അവര് അവകാശപ്പെടുന്നു. നമുക്കതൊന്നും പൂർണ്ണമാക്കാൻ കഴിയില്ല. കാരണം മനുഷ്യ ശരീരം മണ്ണുമായിട്ട് വലിയ ബന്ധമുണ്ട്. മണ്ണ് മുഴുവൻ പാപത്തിൽ വിധേയപ്പെട്ടതാണ്. പാപത്തിന്റെ ആകർഷണത്വം എപ്പോഴും മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകും. അതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്നൊക്കെ പറയുന്നൊരു താല്പര്യം. അപ്പൊ അതൊക്കെ വലിയ ഒരു കാര്യങ്ങളാണ്. അപ്പൊ ആ ക്രിസ്തുവേശുവിലല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ കഴിയുന്നില്ല. അവരെ വെക്കാതെ വെറുതെ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ ക്രിസ്തുവേശുവിലുള്ളവർക്ക് അതിനെ അതിജീവിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ സന്ദേശത്തിന്റെ അല്ലെങ്കിൽ ക്ലാസിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ മൊറാലിറ്റി ലൈഫ് അല്ലെങ്കിൽ ധാർമ്മിക ജീവിതം എന്ന് പറയുന്ന ആ വ്യവസ്ഥ, ലോകത്താലുള്ള കളങ്കം പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുക. ദൈവമല്ല നമ്മളെ സൂക്ഷിക്കുക, നമ്മൾ നമ്മളെ സൂക്ഷിക്കുക. നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. അതാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്. നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നീ ആരാണെന്ന് നിനക്ക് ബോധം ഉണ്ടായിരിക്കണം. നിന്റെ ഓഫീസില്, സമൂഹത്തില്, വീട്ടില്, ചർച്ചില്, ബസ് സ്റ്റോപ്പില്, നീ പോകുന്ന വണ്ടിക്കകത്ത്, കൂട്ടുകാർക്കിടയില്, പോകുന്ന ഇടങ്ങളിലെല്ലാം നീ ആരാണ് നീ മറന്നു പോകരുത്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ സഭയിൽ പ്രസംഗിച്ച വിഷയം ഇതായിരുന്നു. ഈ ആദമിനോട് ദൈവം ചോദിച്ചു, ആദമേ നീ എവിടെയാ? അപ്പൊ ആദം പറഞ്ഞു, എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഈ മരത്തിന്റെ പുറകിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്. കർത്താവ് ശരിക്കും ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? നീ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണോ എന്നൊരു അർത്ഥത്തിലല്ല. ഞാൻ നിനക്ക് തന്നതായ സ്ഥാനവും അധികാരങ്ങളും നിനക്ക് തന്നതായ പദവികളെല്ലാം വിട്ടിട്ട് നീ എവിടെ പോയിരിക്കുന്നു എന്നാണ് ശരിക്കും ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മളെ സൂക്ഷിക്കുക. നമ്മൾ ആരാണെന്നൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം, എവിടെയും ഉണ്ടാകണം. ഞാൻ സ്നാനപ്പെട്ടൊരു വ്യക്തി, ഞാൻ അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തി, അന്യഭാഷ പറഞ്ഞൊരു വ്യക്തി, ഞാൻ ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ഒരു വ്യക്തി, യേശുവിനെ മുറുകെ പിടിക്കുന്ന യേശുവിന്റെ ആദർശങ്ങളെ മുറുകെ, ദൈവരാജ്യത്തിന്റെ നിയമവശങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി, ഞാനൊരു ദൈവ പൈതൽ. ഈ ധ്വനി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പൊ നമുക്ക് ദുഷ്ടന്മാരുടെ വഴികളിൽ നിന്നും മാറി സഞ്ചരിക്കാം. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, പാപികളുടെ വഴിയിൽ നിൽക്കാൻ കഴിയാതെ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോ, നമ്മുടെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത് മൊറാലിറ്റി ലൈഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മിക ജീവിതം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട വശമാണത്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക എന്ന് പൗലോസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഒത്തിരി വിശദീകരണത്തിന്റെ ഭാഗമുണ്ട് കേട്ടോ, പക്ഷെ ഞാനത് എടുക്കുന്നില്ല. രണ്ടാമത്തെ ഭാഗം, നമ്മുടെ ക്ലാസിന്റെ തലക്കെട്ടെന്ന് പറയുന്ന ക്രൈസ്തവ ജീവിത രീതി റോമാലേഖനത്തിൽ കൂടെ എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ 1-ാമത്തെ ഭാഗമാണ് ഡോക്ട്രിൻസ് ലൈഫ്, അല്ലെങ്കിൽ ഉപദേശ സംബന്ധമായിരിക്കുന്ന ജീവിതം. ആ ഉപദേശ സംബന്ധമായ ജീവിതത്തിലെ പാർട്ട് എ, അതാണ് നമ്മുടെ സ്വഭാവ രീതികളും സ്വഭാവവും നമ്മുടെ ജീവിത രീതികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധാർമ്മിക ജീവിതത്തിന്റെ ഒരു വശം. അത് ഫാമിലിയിൽ ഉണ്ടാകണം. വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഫാമിലിയിൽ അത് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ.
ഫാമിലിയിലുണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റിയിൽ അത് വെളിപ്പെട്ട് വരികയുള്ളൂ. നമ്മളിലുള്ള കാര്യമാണ്. നമ്മൾ ആരാണെന്ന് ശരിക്കും അറിയാവുന്നത് ആരാണ്? നമുക്കും പിന്നെ ദൈവത്തിനും. പിന്നീട് രണ്ടാമത് അറിയാവുന്നത് ആരാ? നമ്മുടെ ഭാര്യയ്ക്ക്, അല്ലെ നമ്മുടെ ഭർത്താവിന്, നമ്മുടെ വീട്ടിലുള്ളവർക്ക്. പിന്നീട് ആർക്കറിയാവുന്നേ? നമ്മുടെ സഭയിലുള്ളവർക്ക്. കണ്ടോ, ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് ഇങ്ങനെ ഇങ്ങനെ തുടർമാനമായിട്ട് പോവുക. അപ്പം നമ്മളിൽ തന്നെ നമ്മൾ നന്നായില്ലെങ്കിൽ നമ്മുടെ ഫാമിലി നന്നാകുന്നില്ല. നമ്മുടെ ഫാമിലി നന്നാകുന്നില്ലെങ്കിൽ നമ്മുടെ സഭ നന്നാകുന്നില്ല. നമ്മുടെ സഭ നന്നാകുന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹവും നന്നാകുന്നില്ല. അതങ്ങനെ തുടർമാനമായിട്ട് പോകുമ്പോൾ രാജ്യത്തിന്റെ, ലോകത്തിന്റെ തന്നെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഒരു വക്താവായി തന്നെ നമ്മളായിത്തീരുകയാണ്. ഒരു വ്യക്തി നന്നാകുമ്പോൾ ആ വ്യക്തി നിമിത്തം ഒരുപാട് ആളുകളാണ് നന്നാകുന്നത്. ഇതാണ് ക്രിസ്തീയതയുടെ മറ്റൊരു പ്രത്യേകത. മാനസാന്തരത്തിന്റെ പ്രതിഫലനങ്ങളാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മളിലുള്ള ഈ നല്ല ഗുണങ്ങളെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് നമ്മുടെ നമ്മുടെ ബുദ്ധിവൈഭവത്താലല്ല, മറിച്ച് നമുക്ക് അതിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ആത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് എത്തരത്തിലുള്ള ഒരു നല്ല ധാർമ്മിക ജീവിതത്തെ നമുക്ക് പണിതെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഈ പണിതെടുത്ത് സൂക്ഷിക്കുന്ന മനുഷ്യനെ പൗലോസ് വിളിക്കുന്ന പേരാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയി. റോമാലേഖനത്തിലെ വാക്യങ്ങളാണ് ഇതെല്ലാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ ഇൻ ക്രൈസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ ന്യൂമാനാണ്, ഒരു പുതിയ മനുഷ്യനാകുകയാണ്. പഴയതെല്ലാം മാറിപ്പോയി. അവനൊരു പുതിയ വ്യക്തിത്വത്തിലേക്ക് മാറ്റപ്പെട്ടു. അവന്റെ മനസ്സ് മാറി, അവന്റെ ജീവിതം മാറി, അവന്റെ ക്യാരക്ടർ മാറി, സ്റ്റൈല് മാറി, അവന്റെ തോട്ട് മാറി, അവന്റെ ആക്ടിങ് എല്ലാം മാറി. എന്താ കാരണം എന്നറിയാമോ? പൗലോസ് പറയാം, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു മാത്രമേ ജീവിക്കുന്നത്. ക്രിസ്തു കംപ്ലീറ്റ് നിയന്ത്രണം അവനെ ഏറ്റെടുത്തു. ചിലർ പറഞ്ഞിട്ടില്ല എനിക്കിതിന് പറ്റുന്നില്ല. എന്നോടൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് കുടി ആഗ്രഹമുണ്ട്, പക്ഷെ കുടി നിർത്താൻ പറ്റുന്നില്ല. ചീത്ത വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ ഞാൻ ആ പ്രത്യേക സന്ദർഭത്തിൽ പ്രഷർ കൂടുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ്. പറയണ്ട എന്ന് ഓർത്തിരുന്ന, പക്ഷെ എന്നെ കൊണ്ട് കുത്തി പറയിച്ചു. ആമേ, നമ്മുടെ ഉള്ളിൽ എവിടെയോ അത് കിടക്കുന്നത് കൊണ്ടല്ലേ കുത്തുമ്പോൾ അത് വെളിപ്പെട്ട് വരുന്നത്. അതല്ലേ ഈ പ്രശ്നം വരുന്നത്. അപ്പം അഥവാ അങ്ങനെ കുത്തി ഇല്ലാത്ത കാര്യം കുത്തി എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആത്മാവ് കൊണ്ട് തന്നെ അതിനെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് വിജയകരമായ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണോ? അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അത് എളുപ്പമായി തീരാൻ നമ്മുടെ ദൈവാശ്രയ ബോധമുള്ളവരായി തീരുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പൊ ഞാൻ അതിനകത്ത് തൽക്കാലം ഇവിടെ പറയുന്നു. മൂന്നാമത്തെ ഭാഗം നമ്മുടെ ആത്മീയ ജീവിതമാണ്, ആത്മാവിലുള്ള ജീവിതം. ഒന്നത് ധാർമ്മിക ജീവിതം, രണ്ടാമത് ആത്മാവിലുള്ള ജീവിതം. റോമാലേഖനം 8-ാം അധ്യായത്തിന് 5 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മതി. ആത്മാവിന്റെ ജീവിതം എന്നവിടെ വായിക്കുന്നുണ്ട്. ആത്മാവിന്റെ ചിന്ത, ആത്മാവിന്റെ ജീവിതം, ആത്മാവ് താൻ നമ്മളോട് സാക്ഷ്യം പറയുന്നു, ആത്മാവിനെ അല്ലാതെ നമുക്ക് ക്രിസ്തുവിനെ ദൈവം എന്ന് പറയാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ആത്മാവിലുള്ള ജീവിതം അത് ആനന്ദ ജീവിതമാണ്. ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്, ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ജീവിതം ചെയ്യാൻ കഴിയണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ അതേ പദം വീണ്ടും ക്രിസ്തുവിൽ ആയിത്തീരുക. എങ്ങനെയാ ക്രിസ്തുവിലാകുന്നത്? ക്രിസ്തുവിലേക്ക് വരിക, ക്രിസ്തുവിനെ സ്വീകരിക്കുക. ക്രിസ്തുവിന്റെ സ്ഥാനത്ത് മറ്റാരെയും നമ്മൾ സൂക്ഷിക്കരുത്. ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ക്രിസ്തുവിനെ തന്നെ നമ്മൾ പ്രതിഷ്ഠിക്കണം. അതിനകത്ത് മറ്റ് ഒരു മീഡിയേറ്ററിനെ കൊണ്ടുവരരുത്, വേറെ ഒരു മാധ്യമത്തിലും ആശ്രയിക്കരുത്. ഓൺലി സേവിയർ, ഓൺലി വേ, അല്ലെങ്കിൽ എന്താണ്, യേശു മാത്രം. അതിനകത്ത് എന്ത് വേണേലും കൂട്ടി പൂരിപ്പിക്കാം. യേശു അല്ലാതെ മറ്റൊന്നിനും അവിടെ പ്രാധാന്യതയില്ല. അങ്ങനെ യേശുവിലുള്ള ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന ഒരു വലിയ അമൂല്യമായിരിക്കുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വിജയകരമായ ക്രിസ്ത്യ ജീവിതം ചെയ്യാൻ പറ്റും. കാരണം പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി എന്താണെന്ന് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുക. മാത്രമല്ല അവൻ വന്ന് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത്, ഇടത്തോട്ടെങ്കിലോ വലത്തോട്ടെങ്കിലോ മാറുന്നുവെങ്കിൽ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവിൻ എന്ന് ഒരു ശബ്ദം കേൾപ്പിക്കുന്നു. അപ്പോൾ ആത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ചുള്ള ജീവിതത്തിനെയാണ് ആത്മാവിന്റെ ജീവിതം എന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിനുള്ള ആദ്യത്തെ നടപടി പാപബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. പാപബോധമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ഒന്നാമത്തെ പടി. ആ പാപബോധം ഉണ്ടാകുന്ന അനുഭവത്തിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ആ മാനസാന്തരത്തിൽ കൂടെ ഉണ്ടാകുന്ന അടുത്ത തലം എന്ന് പറയുന്നതാണ് രക്ഷാനിർണയത്തിലേക്ക് വരിക എന്ന് പറയും. യേശുവിനെ സ്വീകരിക്കുക, ഹൃദയത്തിലേക്ക് രക്ഷകനായിട്ട് അംഗീകരിക്കുക. ഇതുവരെ ഞാൻ പാപത്തിന് അധീനനായ ഒരു മനുഷ്യൻ, അല്ലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ,
പാപത്തിന്, അത് റോമാലേഖനത്തിലെ വാക്യമാണ്. പാപത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആർ രക്ഷിക്കും? എന്നിട്ടാണ് അത് 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യം പറയുന്നു. എന്നിട്ടാണ് 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടിരുന്ന എനിക്ക് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് യേശു വിമോചനം തന്നെങ്കിൽ ഞാൻ ഇനി പാപത്തിനല്ല ദാസൻ, ഞാൻ യേശുവിന്റെ ദാസനാണ്. ഡൂലോസ് എന്നാണ് ആ വാക്കിനർത്ഥം. ഗ്രീക്കില് ദാസൻ എന്ന വാക്കിനർത്ഥം ഡൂലോസ്. ഇനി ഞാൻ യേശുവിന് അടിമയാണ്. സത്യത്തിൽ അതൊരു ആലങ്കാരിക ഭാഷമാണ് യേശുവിന് അടിമ എന്ന് പറയുന്നത്. നമ്മൾ യേശുവിൽ അടിമയല്ല, യേശുവിൽ അവകാശിയാണ്. മക്കളെങ്കിലോ അവകാശി അത്രയെന്നാണ് 8-ാം അധ്യായം പഠിപ്പിക്കുന്നത്. നമ്മൾ യേശുവിൽ, ക്രിസ്തുവേശുവിൽ നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളായി മാറുകയാണ്. അടിമ അവകാശിയല്ല. അടിമ എന്നും അടിമയാണ്. നമുക്കറിയാം, ഒരു അടിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്വപ്നം കാണാൻ പോലും ഭാഗ്യമില്ലാത്തവർ. ഇപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം നമ്മൾ പഠിച്ചാൽ അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഉഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യാതൊരു പ്രതീക്ഷയില്ല, ഒന്നുമില്ല, ഒന്നും ആഗ്രഹിക്കാനായിട്ട് അവർക്ക് അവകാശമില്ല. അത്തരത്തിലുള്ള അടിമത്തത്തിന്റെ നുഖങ്ങളെ തകർത്തുകൊണ്ട്, അടിമത്തത്തിന്റെ പാപത്തിന്റെ നുഖത്തെ തകർത്തിട്ട് യേശു നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ആ യേശു ക്രിസ്തുവിൽ നമ്മൾ ഇനി അടിമകളല്ല, അവകാശികളായി മാറ്റപ്പെടുകയാണ്. ആ അവകാശികളായി മാറ്റപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലാണ് പരിശുദ്ധാത്മാവ്. അതാണ് എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അവൻ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സീൽ ചെയ്തിരിക്കുക. സീൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഉടമസ്ഥാവകാശം. ഇത് എന്റേതാണ് എന്ന് പറയുന്നതിന്റെ ഉടമസ്ഥാവകാശമാണ് സീല്. ഗവൺമെന്റിന്റെ ഒരു സീല് വീണ്ടു കഴിഞ്ഞാൽ അത് വളരെ വിലപ്പെട്ടതല്ലേ? നമുക്കതിനെ മാറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അതൊരു സീലാണ്. വാഗ്ദത്തത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി ലോകത്തിനുള്ളതല്ല, പിശാചിനുള്ളതല്ല, പാപത്തിനുള്ള ദൈവത്തിനുള്ളതാണ് എന്നുള്ളതിന്റെ ഒരു അടയാളപ്പെടുത്തലാണ് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പാപത്തെയും ലോകത്തെയും നമുക്ക് ജയിച്ച് ജീവിക്കാൻ പറ്റും. അത് യേശു കാണിച്ചു തന്നു. പൗലോസ് അത് കാണിച്ചു തന്നു. യേശു പരിശുദ്ധാത്മാവിനാൽ സകലത്തെയും അതിജീവിച്ചു. യേശുവിന്റെ പരീക്ഷയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവൻ ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. സാത്താൻ അവനെ പരീക്ഷിക്കുവാൻ പലയിടങ്ങളിൽ കൊണ്ടുപോയി. അവൻ അവിടെയെല്ലാം അതിൽ ജയമെടുത്തെന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. അതാ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. പൗലോസും അത് തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അദ്ദേഹം പലതിനെയും അതിജീവിച്ചു. എന്നിലുള്ള ദൈവകൃപ എന്നൊക്കെ അദ്ദേഹം പിന്നീട് അതിനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, നമ്മുടെ ആത്മീയ ജീവിതം ധന്യമായി തീരണമെങ്കിൽ ആത്മാവിന്റെ ജീവിതത്തിലേക്ക് വരണം. അത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാകണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുവാൻ മാനസാന്തരപ്പെടണം. പാപബോധം ഉള്ളവരായി പാപമേറ്റു പറഞ്ഞ് യേശുവിനെ സ്വീകരിക്കണം. ആ മാനസാന്തരത്തിൽ കൂടെ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് പിന്നീട് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം ഏറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, കണ്ടോ, ഡോക്ടറിൻസ് ലൈഫിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു ആ ശരിയായ വശങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. അതിലുള്ള ഒരു ഭാഗമാണ് സ്പിരിച്വാലിറ്റി, ആത്മീയ ജീവിതം. 4-ാമത്തെ കാര്യം പെട്ടെന്ന് പറയാം, എന്നിട്ട് 5-ാമത്തെ കാര്യം പറഞ്ഞാൽ ഇവിടെ നിർത്താം. 4-ാമത്തെ കാര്യം ചർച്ച് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭാപരമായിട്ടുള്ള നമ്മുടെ ജീവിതം. അത് ഇൻഡോർ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്ക് അകത്തൊരു ജീവിതമുണ്ട്, സഭയ്ക്ക് പുറത്തൊരു ജീവിതമുണ്ട്. ഈ സഭ എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം ഇൻവിസിബിൾ ആണ്. വിസിബിൾ ആയിട്ടുള്ള ദൈവരാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ദൈവസഭയാണ്. അതാ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നമ്മളെ രക്ഷിച്ച് സ്നേഹസ്വരൂപനായി പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചുവല്ലോ. ആ പുത്രന്റെ രാജ്യമേതാ? ദൈവസഭ. രക്ഷിക്കപ്പെട്ടവരെ അവൻ ദിനപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ ദൈവരാജ്യം, ഭൂമിയിൽ കാണപ്പെട്ട ദൈവരാജ്യം ഏതാ? അത് ദൈവത്തിന്റെ സഭ. ആ സഭ എന്ന് പറഞ്ഞാൽ എന്താ? വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ഏതാ വേർതിരിക്കപ്പെട്ടവര്? പാപത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പൈശാചികമായിരിക്കുന്ന എല്ലാ പ്രവൃത്തിയിൽ നിന്ന്, തെറ്റായ ജീവിത രീതികളിൽ നിന്ന്, തെറ്റായ അനാചാര അനുഷ്ഠാന ആചാര അവസ്ഥകളിൽ നിന്ന് മാറ്റപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നവരാണ് സഭ. അത് റോമാലേഖനത്തിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിന്റെ 3 മുതൽ 21 വരെയുള്ള ഭാഗം സഭാപരമായ ജീവിതം എങ്ങനെയാണ് എന്ന് 12-ാം അധ്യായത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതിന് സഭയ്ക്കകത്തുള്ള ജീവിതമുണ്ട്, സഭയ്ക്ക് പുറത്തുള്ള ജീവിതമുണ്ട്. സഭയ്ക്കകത്തുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അത് ശുശ്രൂഷകന്മാരോട് ചേർന്നുള്ള ജീവിതമാണ്. ആ സഭയ്ക്കകത്ത് 4 വിധ ശുശ്രൂഷന്മാരുണ്ട്. ഇടയൻ, ഉപദേഷ്ടാവ്, അപ്പോസ്തലൻ, പ്രവാചകൻ എന്ന നിലകളിൽ, സുവിശേഷകൻ എന്ന നിലകളിലുള്ള കാറ്റഗറിയിലെ ശുശ്രൂഷ വൃന്ദങ്ങളുണ്ട്. അവരോട് ചേർന്ന് നിൽക്കുന്ന, ആത്മീയ പരിപോഷണം ലഭിക്കുന്ന,
കൃപകളും ഫലങ്ങളും വരങ്ങളും പ്രദർശിപ്പിക്കുന്ന സഭയ്ക്കുള്ളിലുള്ള ജീവിതം. കൃപകളും അതായത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും വെളിപ്പെടുത്തുന്ന ജീവിതം, ഈ ഉപദേഷ്ടാക്കന്മാർക്ക് കീഴിലുള്ളതായിരിക്കുന്ന ജീവിതം, ഉപദേശത്തിൽ നിലനിൽക്കുന്ന ജീവിതം. അപ്പോൾ തന്നെ ആ സഭ എന്ന് പറയുന്ന സമൂഹത്തോടുള്ള പ്രതിബദ്ധതയിൽ നിന്നുകൊണ്ട് ദൈവരാജ്യത്തെ പ്രദർശിപ്പിക്കുന്ന ജീവിതം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്നുള്ള യേശുക്രിസ്തുവിന്റെ പ്രസ്താവനയൊക്കെ ഇവിടെയാണ് അന്വർത്ഥമായി തീരുന്നത്. സഭ ദൈവരാജ്യത്തിന്റെ ഒരു അടയാളമാണ് സമൂഹത്തിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം സോഷ്യൽ ഡിമെൻഷനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സൊസൈറ്റി ലൈഫ്, നമ്മള് സമൂഹമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്, സാമൂഹിക ജീവിതം. ബെസ്റ്റ് ഉദാഹരണം യേശു തന്നെയാണ്. 3.5 വർഷം യേശു കുറിച്ച് സാമൂഹിക ജീവിതം ചെയ്തേ. കരിസ്മാറ്റിക് മൂവ്മെന്റിൽ കൂടെ അദ്ദേഹം നടത്തിയ സാമൂഹിക പ്രവർത്തനങ്ങൾ ഇന്നയോളം അതിന് തത്തുല്യമായി ഒരുത്തനും ചെയ്തിട്ടില്ല. യേശു ചെയ്തതായിരിക്കും സാമൂഹിക പ്രവർത്തനം പോലെ ഇന്നയോളം ഒരു വ്യക്തിയും ചെയ്തിട്ടില്ല ഈ ഭൂമിയിൽ. അദ്ദേഹം നടത്തിയ സാമൂഹിക പ്രവർത്തനത്തിൽ കൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത്. രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചു, സാംസ്കാരിക മാറ്റങ്ങൾ സംഭവിച്ചു, ആധ്യാത്മിക മാറ്റങ്ങൾ സംഭവിച്ചു, ജീവിത മാറ്റങ്ങൾ സംഭവിച്ചു, സാമ്പത്തിക അവസ്ഥകൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി, വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായി. ഇതൊക്കെ തെളിയിക്കാൻ ഞാൻ സന്നദ്ധനാണ്. 4 സുവിശേഷങ്ങളും തെളിയിക്കാൻ ഞാൻ സന്നദ്ധനാണ്. യേശുക്രിസ്തു ഉണ്ടാക്കിയ നവോത്ഥാനങ്ങൾ, യേശുക്രിസ്തു നടപ്പിലാക്കിയ പരിവർത്തനങ്ങൾ, യേശുക്രിസ്തു നടപ്പാക്കിയ സാമൂഹിക മാറ്റങ്ങൾ, അത് അത്യുജ്വലമായിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ആ സമാനമായ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമുക്ക് സമൂഹമായിട്ടൊരു രാഷ്ട്രീയ ജീവിതമുണ്ട്, അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവിതമുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മറന്നു പോകരുത്. അത് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2 മുതൽ 1 കൊരിന്ത്യർ 9:1, റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 3 മുതൽ 13-14 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു വസ്തുതയാണ്. രാജ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്ന കാര്യം നമുക്ക് ശത്രുക്കളല്ല. യേശു ഒരിക്കലും റോമൻ സാമ്രാജ്യത്തെ ശത്രുവായി കണ്ടിരുന്നില്ല. യേശു ഒരിക്കലും സാമൂഹിക വ്യവസ്ഥിതികളെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളെ അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചിരുന്നില്ല. പക്ഷേ യേശുവിനെ എങ്ങനെയെങ്കിലും കൊന്നു കളയണമെന്ന് തീരുമാനിച്ച യഹൂദ മതത്തിലെ ചില ആളുകൾ യേശുക്രിസ്തു മതഭേദം നടത്തിയെന്നും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് യേശുവിനെതിരെ കള്ളപ്രചരണം നടത്തി തൂക്കിലേറ്റുന്നത്. പക്ഷെ ഇത് രണ്ട് യേശുക്രിസ്തു ചെയ്തിരുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പൗലോസും അതേ ആദർശബോധത്തിലാണ്. ഒരിക്കലും റോമൻ ഗവൺമെന്റിന്റെ നിയമവശങ്ങൾ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നില്ല. അദ്ദേഹം ഒരു റോമൻ പൗരനായതുകൊണ്ട് ആ കാലഘട്ടത്തിൽ റോമൻ നിയമവ്യവസ്ഥകളെ അനുസരിക്കുകയും അന്നത്തെ ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തോട് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ഈ ബൈബിൾ ക്ലാസ്സിൽ ആദ്യം പ്രവേശിപ്പിച്ചപ്പോൾ പ്രിയപ്പെട്ട ബൈജു ബ്രദർ പ്രാർത്ഥിക്കുന്ന ആളുള്ള ആഹ്വാനം കൊടുത്തപ്പോൾ രാജ്യത്തിന് വേണ്ടി ഇപ്പൊ നടക്കുന്ന വാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അതിൽ നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വസ്തുതയാണ്. രാജാക്കന്മാർക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഇതെല്ലാം ക്രിസ്ത്യാനിറ്റിയുടെ തത്വങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഓർക്ക് ക്രൈസ്തവതയ്ക്കുള്ള വിവിധ തലങ്ങൾ, ആ വിവിധ തലങ്ങളിലെ ചില പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒന്ന് ഡോക്ട്രിൻസ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവവും ജീവിത രീതിയും ഒരുപോലെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ധാർമ്മിക ജീവിതം, അത് ഫാമിലിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും സമൂഹവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത് അങ്ങനെ ആകണം. നമുക്ക് നല്ലൊരു മോറൽ ലൈഫ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ തന്നെ ആയിത്തീരുക, പരിശുദ്ധാത്മാവിനെ നേടുക എന്നുള്ളതല്ലാതെ നമുക്ക് മറ്റൊന്നും കഴിയില്ല. ആത്മാവിൽ നമ്മൾ ജഡത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. രണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു തലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജയകരമായ ജീവിതം. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ജീവനില്ല എന്നാണ് അതിനർത്ഥം. പിന്നെ സഭാപരമായ ജീവിതം, സമൂഹമായിട്ടുള്ള ജീവിതം, ഇതൊക്കെ റോമാലേഖനത്തിൽ കൂടെ പൗലോസ് നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ക്രൈസ്തവ ജീവിത രീതി റോമാലേഖനത്തിൽ കൂടെ എന്നുള്ള ഒരു തലക്കെട്ടിലെ ചെറിയ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടട്ടെ. മനസ്സിലായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒറ്റ വാക്ക് ഞാൻ പറയാം, നമുക്ക് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഒരു നല്ല ജീവിതം ചെയ്യാനായിട്ട് പറ്റില്ല. ആ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം, ജയകരമായ ജീവിതം ചെയ്യാം. ആത്മാവിന്റെ ജീവിതം, ജയകരമായ ജീവിതം, സാത്താന്റെ മേൽ ജയമെടുക്കുന്ന, പാപത്തിന്മേൽ ജയമെടുക്കുന്ന, സകല പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന, ആകാശം ഇടിഞ്ഞു വന്നാലും ഞാൻ അതിനെ നേരിടുമെന്നുള്ള ഒരു ധൈര്യം നമുക്ക് ലഭിക്കപ്പെടുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി,
ആത്മാവ് നമുക്ക് ദൈവദാനമായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹ ആശീർവാദങ്ങൾ അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.